ഇത് കണ്ടോ, ഇതാണ് മാജിക്കൽ എയർപ്ലെയിൻ. ഇനി ഞാനൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യാം. നീ വേണമെങ്കിൽ നോക്കിക്കോ. ഇന്നെന്റെ ടാർഗറ്റ് അത്രയും കറക്റ്റ് ആയിരിക്കും. ഞാൻ എറിയുന്ന ഷൂട്ടർ കറക്റ്റ് ആയിട്ട് ആ പോയിന്റിൽ പോയിടിക്കും. ചന്തർ മന്തർ കാളിക്കലന്തർ ടാർഗറ്റിലേക്ക് ഞാൻ എപ്പോഴും ഫയർ ചെയ്ത് കഴിഞ്ഞല്ലോ. അതൊരിക്കൽ പോയത് നിങ്ങളത് കണ്ടോ? ഇല്ലല്ലോ. കെട്ടിപ്പോയി. അന്വേഷിച്ചത് ഇവിടെ ഉണ്ട്. മൈര, എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഈ മാജിക് പഠിക്കുന്നതൊക്കെ? സഫോല, നീ അത് കണ്ടോ? സൺ സിറ്റിയിൽ ടാർഗറ്റ് നോക്കി അടിക്കാൻ ആരുമില്ല. എല്ലാവരും വെറുതെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? ഞാൻ കറക്റ്റ് ആയിട്ട് അത് ടാർഗറ്റ് ചെയ്യാണെങ്കിൽ പിന്നെ അവന്മാരുടെ കളി ഞാൻ അവസാനിപ്പിക്കും. പക്ഷെ ഞാൻ അത് എങ്ങനെയാ ചെയ്യുന്നത്? എനിക്ക് കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് ഒന്നും തന്നെ എറിയാൻ അറിയില്ലല്ലോ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സഫോള. ഞാനുള്ളപ്പോൾ നിനക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. സൺ സിറ്റിയിലെ മഹാജനങ്ങളെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടാർഗറ്റിനെ പ്രശംസിക്കുകയാണല്ലോ. ഇപ്പോൾ കാൽ സിറ്റിയിൽ നിന്നും വന്ന എന്റെ ടാലന്റ് കണ്ടോളൂ. എങ്ങനെയുണ്ട്? എല്ലാവരും എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നേ? സൺ സിറ്റിയിലെ ജനങ്ങളെ, കാൽ സിറ്റിയുടെ മുമ്പിൽ നിങ്ങൾ ആരും ഒന്നും തന്നെ അല്ല. ഞങ്ങൾ എതിർക്കാൻ ഈ സൺ സിറ്റിയിൽ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഡാറ്റ അറിയുന്നതിൽ എന്നെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് സോഗ, ഞാനുണ്ട്. Ibaiska Creato. രുദ്ര, നീ എറിഞ്ഞ ഡാറ്റ് വഴിമാറി പോയത് കണ്ടോ? ഇപ്പൊ എന്ത് ചെയ്യും? വലിയ ഡയലോഗൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ കാര്യം എന്തായെന്ന് കണ്ടോ? സോഗ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. ഈ സോഗ ചെയ്തത് ചീറ്റിംഗ് ആണ്. ട്രോഫി കിട്ടേണ്ടത് രുദ്രയ്ക്കാണ്. അതെ, ട്രോഫി രുദ്രയ്ക്ക് തന്നെ കിട്ടണം. ചാലഞ്ച് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആളെ കണ്ടില്ലേ? പിന്നെ തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ ഓട്ടങ്ങ് പാസ്സാക്ക്. എന്ത് പറ്റി ഗോഗ, എന്ത് പറ്റി? പാമ്പിനെ വെച്ച് ഡാറ്റ് ഉണ്ടാക്കിയതാണല്ലേ? നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഓർത്തോ. രുദ്രയെ വിചാരിച്ച് നിങ്ങളൊന്നും കൂടുതൽ സന്തോഷിക്കണ്ട. നിന്റെ മനസ്സിൽ ധൈര്യമുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത ഡാറ്റ ഒന്ന് എറിഞ്ഞ് കാണിക്കേ. അപ്പൊ ഞാൻ സമ്മതിക്കാം. നീ സഫോളയെ അല്ലേ ഡാറ്റ് ആക്കി മാറ്റി എറിഞ്ഞ് കളിച്ചത്? ഇപ്പോൾ ഞാൻ ഡാറ്റ എറിഞ്ഞ് ടാർഗറ്റ് ചെയ്ത് കാണിച്ചു തരാം. എല്ലാരും ഒന്ന് മാറി നിക്ക. ഞാൻ എന്റെ മാജിക് ഇപ്പൊ കാണിക്കാൻ പോവാ. ജന്തർ മന്തർ ജാദു കലന്തർ. എന്ത് പറ്റി? അവസാനം ഡാറ്റായി മാറിയത് നീ തന്നെ ആണല്ലേ? പാപം എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല.
രംഗീല മെജീഷ്യൻ അല്ല, ജോക്കറാണ്. ജോക്കർ ജോക്കർ ജോക്കർ. ഇങ്ങനെ പറയാൻ നിങ്ങൾക്കൊന്നും നാണമില്ലല്ലോ. എല്ലാരും ചേർന്ന് എന്നെ കളിയാക്കാണല്ലേ? ഞാനും വലിയൊരു മജീഷ്യനായി കാണിച്ചു തരാം, നോക്കിക്കോ. എന്റെ മാജിക് കണ്ട നിങ്ങളെല്ലാവരും ഞെട്ടും, എല്ലാവരും വായും പൊളിച്ചു നിൽക്കും. രംഗീലോ, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, അങ്ങനെ ദേഷ്യപ്പെടരുത്. സഫോള, ആ ജോക്കർ രംഗീല ഇവിടുന്ന് വളരെ ദേഷ്യത്തിലാ പോയിരിക്കുന്നെ. അവൻ എന്തെങ്കിലും ഗുലുമാല് കാണിക്കും. ഞാൻ അവന്റെ പുറകെ തന്നെ പോയേക്കാം. നീ പോയി ഈ കാര്യം ഷാക്കാലിനോട് പറഞ്ഞേക്ക്. ആഹാ. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കുക. ഞാനാണ് ഷക്കാൽ. രംഗീലയെ വെച്ച് നമ്മൾ ഇന്ന് കളിക്കുന്ന കളി ചിലപ്പോൾ വർക്കൗട്ട് ആവും. അവരിപ്പോൾ ചൂടാക്കിയ ഇരുമ്പിനെ പോലെയാണ്. അതുകൊണ്ട് അവര് നമുക്കിപ്പോൾ ഏത് ഷേപ്പിലും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ജയ്സിംഗ് ഇപ്പോ സൺ സിറ്റിയിൽ ഇല്ലെന്നാണ് ഞാൻ കേട്ടത്. അയാൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ അങ്ങ് ഇറങ്ങി കളിക്കാം. ഞാനൊരു പുതിയ മാജിക് പഠിക്കാൻ പോവാ. രംഗീല, എന്റെ അമ്മോ, എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എല്ലാ കാര്യവും മനസ്സിലാക്കി. സൺ സിറ്റിയിലെ ജനങ്ങൾ മാത്രമല്ല, ജയ്സിംഗ് ചൗഹാൻ പോലും നിന്നെ ഒരു മജീഷ്യനായല്ല, ഒരു കോമാളിയായാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ നിനക്ക് മാജിക് പഠിപ്പിച്ചു തരാത്തത്. പക്ഷേ ഞാൻ നിനക്ക് മാജിക് പഠിപ്പിച്ചു തരാം. എന്നിട്ട് നിനക്ക് എല്ലാവരോടും പകരം വീട്ടാൻ പറ്റും. എന്ത് പകരം വീട്ടാനോ? ഇല്ല ഇല്ല, എനിക്ക് ആരോടും ഒരു പകയും ഇല്ല. എനിക്കിപ്പോ നല്ലൊരു മജീഷ്യനായി മാറണം. എല്ലാവരുടെയും മുന്നിൽ എന്റെ മാജിക്കൽ പവർ പ്രൂവ് ചെയ്യണം. നീ വളരെ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ആരോടും പകരം വീട്ടാൻ ശ്രമിക്കാത്തത്. ഞാൻ നിനക്ക് മാജിക് മാത്രമല്ല, മാജിക് ടെക്നിക്സും പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. എന്റെ കണ്ണുകളിലേക്ക് മാത്രം ശ്രദ്ധിച്ചു നോക്ക്. സബാഷ്. ഇപ്പോൾ ജയ്സിംഗ് ചൗഹാന് നീ അങ്ങ് മറന്നേക്ക്. കൊള്ളാം. പിന്നെ രുദ്ര, അവന്റെ കൂട്ടുകാരെയും നീ അങ്ങ് മറന്നേക്ക്. മറന്നു കഴിഞ്ഞു. മതി. നീ ഇപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്. സിറ്റിയിലെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നെ കളിയാക്കിയിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അവരെ എല്ലാവരെയും നിന്നെ അപമാനിച്ചതിന് പകരം വീട്ടണം. അവരെ എല്ലാവരെയും നീ വകവരുത്തണം. എനിക്കിപ്പോ എല്ലാവരോടും പോയി പക വീട്ടണം. കൊള്ളാം. കലക്കി. നീ ജയിക്കണം. നീ മഹാശക്തിശാലിയായ ഒരു മജീഷ്യനായി മാറാൻ പോവുകയാണ്. ശക്തിശാലിയായ രംഗീല, ഇന്ന് നീ പുതിയതായി ജന്മമെടുത്തിരിക്കുകയാണ്. നീ ചെന്ന സൺ സിറ്റിയെ മൊത്തമായി അങ്ങ് നശിപ്പിച്ചേക്ക്. എല്ലാവരോടുമുള്ള പക അങ്ങ് തീർത്തേക്ക്. ഇനി രംഗീല ആരെയും വിട്ടുവെക്കുന്ന പ്രശ്നമില്ല. ഇതെങ്കിൽ എവിടേക്കാ പോയത്? നമ്മൾ എല്ലാ സ്ഥലത്തും നോക്കിയല്ലോ, എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എല്ലാവരും ചേർന്ന് രംഗീലയെ ഒരു സമയത്ത് കളിയാക്കിയില്ലേ? ഇന്ന് ഈ രംഗീലയുടെ പവർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്.
ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. ഇപ്പൊ നീ ശരിക്കും എന്റെ കയ്യിൽ കുടുങ്ങിയില്ലേ? ഇനിയും എന്നെ കളിയാക്കോളാ. രംഗിലേക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. രംഗില നിൽക്ക്. രംഗില രംഗില ഒന്ന് നിൽക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ ഈ ചെയ്യുന്നത്? നീ എങ്ങനെയാ ഇത്ര വെള്ളത്തിൽ മാറിയത്? പകരം വീട്ടണം. എല്ലാവരോടും ഞാൻ പകരം വീട്ടും. കളി കൊള്ളാം, കലക്കി. രംഗീല അവിടെയുള്ള സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ്. കൊള്ളാം, ഞാനിപ്പോൾ സന്തോഷവാനാണ്. സോഗ, നീ അവന്റെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് ഇതെന്റെ ഓർഡർ ആണെന്ന് പറ. ആ ജയ്സിംഗിന്റെ കൊട്ടാരത്തെ അപഹരിക്കാൻ പറ. ഉത്തരവ് പോലെ. രംഗിലയുടെ ഈ മാറ്റം കാണുമ്പോ എനിക്ക് തോന്നുന്നത് അവനെ ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്നാ. അതായത് അവൻ ഇപ്പൊ അവന്റെ കൺട്രോളിൽ തന്നെയല്ല. എന്തായാലും ശരി, രംഗിലെ സൺസിറ്റിയെ നശിപ്പിക്കാതെ നമ്മൾ നോക്കണം. ഇപ്പൊ രംഗിലെ തടഞ്ഞു നിർത്താൻ പോവാതെ വേഗം പോയി മുത്തശ്ശനെ വിളിക്കേ. മുത്തശ്ശൻ വന്നാൽ എല്ലാം ശരിയാവും. മുത്തശ്ശൻ ഇപ്പൊ വിളിക്കാൻ കഴിയില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് സിറ്റിന്ന് പുറത്തേക്ക് വരിക. മുത്തശ്ശനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കുന്നത് ശരിയല്ല. നമുക്ക് 3 പേർക്കും ചേർന്ന് 3 സൈഡിൽ നിന്നും രംഗിലയെ അറ്റാക്ക് ചെയ്യാം. നമുക്ക് തീർച്ചയായിട്ടും ജയിക്കാൻ കഴിയും. പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓരോ നെറ്റായിട്ട് രംഗിലയുടെ മേലെ വലിച്ചെറിയണം. എന്നിട്ട് നമ്മൾ രംഗിലയെ കൺട്രോൾ ചെയ്യണം. വരും, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. മൈര, നീ അങ്ങോട്ട് പോ. വരും, നീ ഇങ്ങോട്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. Ready, Varun? Antar mantar jadoo kalantar. Please, Myra, magic चाहिए. Giant attack. രുദ്ര, എന്റെ നെറ്റ് എവിടേക്കാ പോയത്? നീ അത് കണ്ടായിരുന്നോ? മുന്നോട്ട് മാത്രം നോക്കിയാൽ എങ്ങനെയാ? ഒന്ന് പുറകോട്ട് നോക്ക്, അപ്പൊ കിട്ടും. സോറി. നിങ്ങൾ എല്ലാവരും എന്നെ കളിയാക്കിയതല്ലേ? ഞാൻ ഇന്നൊരു വലിയ മജീഷ്യനായി കഴിഞ്ഞു. രംഗീല, ഇതെന്റെ കൽപ്പനയാണ്. നീ ചെന്ന് ജയ്സിംഗിന്റെ കൊട്ടാരം തകർത്തേക്കൂ. രംഗീല, നിന്നെ പോലെ ഒരു ശക്തിശാലിയായ മജിഷ്യനെ വേറൊരുത്തന്നെ ഓർഡർ ചെയ്യുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അയാളുടെ അടിമയാണോ? അല്ല, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോടാ മജീഷ്യൻ രംഗീലയോട് ആജ്ഞാപിക്കാൻ? ചാക്കാൽ, ഞാൻ നിങ്ങൾ പറഞ്ഞ കൽപ്പന പാസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ രംഗീല എന്റെ അടുത്ത് പന്താടുകയാണ്. നിങ്ങളുടെ കൽപ്പന അവൻ കേൾക്കുന്നില്ല. എന്റെ അമ്മ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ടെന്നീസ് ബോളൊന്നും അല്ല. കൊള്ളാം രംഗീല, നീ ആ ജോഗയ്ക്ക് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഒരു കാര്യം പറയ്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? പറയ. അപ്പോൾ നീയും എന്നോട് ആജ്ഞാപിക്കാൻ ശ്രമിക്കുകയാണല്ലേ? ഞാൻ ഇവിടെയുള്ള ആർക്കും അടിമയല്ല. വരുൺ, ഷാക്കാൽ രംഗീലയെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കാന്ന് തോന്നുന്നത്. ഞാൻ രംഗീലയെ നോർമൽ ആക്കാൻ ശ്രമിക്കാം. ഇബ ഇസ്കാ സിബ ഇസ്കാ നോർമൽ സ്റ്റിക്കോ. ഇബ ഇസ്കാ സിബ ഇസ്കാ നോർമൽ സ്റ്റിക്കോ. നീ എന്നോട് കയറി കളിച്ചത് വളരെ വലിയ തെറ്റാണ്.
രുദ്ര, മാന്ത്രിക ലോകത്ത് നീ ഒരു കൊച്ചു പയ്യൻ മാത്രമാണ്. എനിക്കെതിരായി നിനക്ക് കളിക്കാൻ പറ്റില്ല. ഷാക്കാലിന്റെ മാജിക് അത് ഷാക്കാലിന് മാത്രമേ മാറ്റിയെടുക്കാൻ സാധിക്കൂ. ഷാക്കാലിന്റെ ഈ മാജിക് ഷാക്കാലിനെ കൊണ്ട് മാത്രമേ മാറ്റാൻ കഴിയും തോന്നുന്നു. വരുൺ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്റെ ഈ പ്ലാൻ വളരെ ഡേഞ്ചറസ് ആണല്ലോ. എന്നാലും സാരല്ല, എന്നെ കൊണ്ട് ആവുന്നത് പോലെ ഞാൻ ശ്രമിക്കാം. വരുൺ, ഇപ്പൊ നമ്മൾ എല്ലാവരും ചേർന്ന് നെറ്റ് അറ്റാക്ക് ചെയ്യണം. Ready? ഒട്ടും വൈകാതെ നെറ്റുകൾ വലിച്ചെറിയണം. വീണ്ടും തുടങ്ങിയോ? യെസ് മൈര, ഇന്ന് നിന്റെ മാജിക് കറക്റ്റ് ആയിട്ട് ടാർഗറ്റിൽ തന്നെയാ വീണിരിക്കുന്നത്. സോറി വരുൺ. മൈര, നീ സോറി പറയണ്ട. ശരിക്കും എന്റെയും രുദ്രയുടെയും പ്ലാൻ അത് തന്നെയായിരുന്നു. നീ നന്നായിട്ട് ചെയ്തു. രംഗില, പറ്റുമെങ്കിൽ നീ എന്നെ പിടിക്ക്. നിങ്ങളെ ഞാൻ വിടില്ല. എങ്ങോട്ടാടാ ഓടുന്നേ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നെ കളിപ്പിക്കുകയാണല്ലേ? രംഗില, നീ ഇങ്ങോട്ട് വരരുതായിരുന്നു. ഇതെന്റെ ഓർഡറാണ്. നീ അവിടെ തന്നെ നിൽക്ക. നീ മജീഷ്യൻ രംഗീലയോട് കയറി കളിക്കുകയാണല്ലേ? രംഗീലയുടെ ആജ്ഞ മാത്രമേ അനുസരിക്കൂ. എന്നാ പിടിച്ചോ. ഞാൻ പറഞ്ഞു തന്ന അഭ്യാസം എന്നോട് തന്നെ കളിക്കുകയാണല്ലേ? നിന്റെ കഥ ഇന്നത്തോടെ ഞാൻ കഴിക്കും. അകീറ, സകീറ, ബസൂക്ക. എന്റെ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് എന്നെ തന്നെ കത്തിച്ചു കളയാൻ നോക്കുകയാണല്ലേ? ഷക്കാൽ, എന്തു പറ്റി? നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വന്ന് വീണു അല്ലേ? ആദ്യം ഞാൻ തരിച്ചായിരുന്നു, പക്ഷെ നിന്റെ മണ്ടത്തരം കൊണ്ട് ഇപ്പൊ എന്റെ ഒപ്പം വളരെ ശക്തിശാലിയായ മജിഷ്യൻ രംഗീലയും ഉണ്ട്. പറ്റുമെങ്കിൽ തടഞ്ഞു കാണിക്ക്. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു. എന്റെ ദൈവമേ, ഞാൻ കുടുങ്ങിപ്പോയെന്നാ വിചാരിച്ചു. അല്ല, ഞാനെങ്ങനെ ഇങ്ങോട്ട് വന്നേ? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം രംഗീല. താങ്ക് യു ഷക്കാൽ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. നീ തന്നെ മുന്നോട്ട് വന്ന് രംഗീലെ നോർമൽ ആക്കണമെന്ന്. എന്നാ ശരി, ഞങ്ങൾ പോയിട്ട് വരട്ടെ. എന്ത്? ഷാക്കാലിനെ കളിപ്പിച്ചെന്നോ? ഷാക്കാലിന്റെ ഈ കാൾ സിറ്റിയിൽ വന്നിട്ട് നീ എന്നെ തന്നെ കളിപ്പിച്ചുവെന്നോ? ഞാൻ നിന്നെ ഇവിടെ നിന്നും പോകാൻ സമ്മതിച്ചെങ്കിൽ മാത്രമല്ലേ നീ ഇവിടെ നിന്നും പോവുകയുള്ളൂ. അകീറ, സകീറ, ബസൂക്ക. Akira, Sakira, Tako!
വേണ്ട, ഞങ്ങളെ ശിക്ഷിക്കരുത്. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. Ibaiska, boom! Check, check, boom! ഷക്കർ, ഞാനിവിടെ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. രംഗിലെ എനിക്ക് പഴയതുപോലെ ആക്കണമായിരുന്നു. അത് കഴിഞ്ഞു. അപ്പൂപ്പൻ എപ്പോഴും പറയാറുണ്ട് ആവശ്യമില്ലാതെ ആരോടും വഴക്കിന് പോവരുതെന്ന്. ശരിക്കും പറഞ്ഞാൽ നിന്നോട് വഴക്കുണ്ടാക്കാൻ എനിക്ക് ഒരു റീസണും ഇല്ല. സൺസിറ്റിയെ നശിപ്പിക്കുന്നതിന് പകരം നീ നിന്റെ കോൾ സിറ്റിയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് നോക്ക്. ബൈ ബൈ. നിന്നെ കൊണ്ടൊന്നും എനിക്ക് ഒരു പ്രയോജനവുമില്ലടാ. തിരിച്ചു ചെല്ല.